ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊന്ന് ആശുപത്രി പോകാം. ഞാനിന്ന് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് തന്നെ ആശുപത്രി പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ വയ്യ. ചുമ്മാ ശ്വാസം മുട്ടൽ, പനി, ജലദോഷം എല്ലാം എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ എൻ്റെ സൗണ്ടിൽ കുറച്ചൊരു ഇതുണ്ട്. അങ്ങനെ നമ്മൾ വാതിലൊക്കെ പൂട്ടി നേരെ ആശുപത്രിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ അമ്മയും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആശുപത്രിയിലെത്തി നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മ ഞാനതുകൊണ്ട് ക്യൂ നിന്നിട്ടുണ്ടായില്ല. അമ്മയാണ് എനിക്ക് പകരം നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഞാനാണ് നിൽക്കാറുള്ളത്. അമ്മേനെ ഞാൻ കൊണ്ട് ഇരുത്തിയിട്ട് എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പോയിട്ട് നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞതേടാ നോക്കുമ്പോഴേക്കും കുറച്ചൊക്കെ ക്യൂ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ നോക്കുമ്പോഴേക്കും അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് ഒരപ്പച്ചൻ, അമ്മ ഫാർമസിസ്റ്റ് ആയിട്ടാണ് തോന്നുന്നു, അറിഞ്ഞൂടാ, ഇങ്ങനെ മരുന്നിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ടായി. അങ്ങനെ അമ്മേനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായി. പിന്നെ നമ്മൾക്ക് ബോറടിച്ചു തുടങ്ങി. പിന്നെ ഞാൻ എത്ര നേരം വെച്ചിങ്ങനെ ഫോണിൽ ചാറ്റ് ജിപിടിയോടും ജെമിനിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ കുറേ നേരമായിട്ട് ഞാൻ അവിടെ കുറേ നേരം ചാറ്റ് ജിപിടിയോടും ജെമിനിയോടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ ഡോക്ടറിനൊക്കെ കണ്ടിറങ്ങി. പിന്നെ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങാൻ നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മളൊന്ന് ലേഡീസ് സ്റ്റോർ വരെ പോവാണ്. ലേഡീസ് സ്റ്റോർ വരെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറൊരു മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ടുണ്ട്. ഇത്രയും മരുന്നാണ് ഡോക്ടർ എനിക്ക് എഴുതിയിട്ടുള്ളത്, ഞാൻ എങ്ങനെ തിന്നുമോ എന്തോ. പിന്നെ ഇത് ഈ കാണുന്ന സ്കൂളുണ്ട്. ഇവിടെ ഞാൻ LKG തൊട്ട് 4 വരെ ഞങ്ങൾ പഠിച്ചതാണ്, അതായത് ഞാൻ പഠിച്ചതാണ്. പിന്നെ അപ്പവും പഠിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിതേ ഇവിടെ വെച്ചൊരു മെഡിക്കൽ സ്റ്റോർ വെച്ചിട്ട് ഒരു ക്യൂട്ട് പട്ടിനെ കണ്ടിട്ട് എന്ത് രസം എന്നറിയാൻ കാണാൻ. എൻ്റെ ബ്രീഡിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അറിയാമെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളിതേ ലേഡീസ് സ്റ്റോറിലൊക്കെ പോയി. പിന്നെ അതും തന്നെ നമ്മൾ മിറർ വീഡിയോ എടുക്കണമല്ലോ, ചെറുതായിട്ടൊന്ന് നാക്കെന്തോ പറ്റിയതാണ്. അങ്ങനെ നമ്മളിതേ കമ്മൽ സ്റ്റഡ് അവിടെ നിന്നപ്പോഴേക്കും, എൻ്റെ സ്കൂളിൽ സ്റ്റഡേ ഞാൻ ഇടാറുള്ളൂ. പിന്നെ വലിയ കമ്മൽ ഷിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കാണാം. ഷിയ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ്. ഷിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ കാണാം, പക്ഷെ ഞാൻ അങ്ങനെ ഇടാറില്ല. പിന്നെ ഇത് ഈ കാണുന്ന ബുഷുണ്ട്, ഇതൊരു മുല്ലപ്പൂവിൻ്റെ ബുഷാണ്. ഇത് നല്ല സ്മെല്ലാട്ടോ, കറക്റ്റ് മുല്ലപ്പൂ തന്നെ ഇരിക്കുന്നത്. എനിക്ക് പണ്ടത് 2ാം ക്ലാസ് പഠിക്കുമ്പോഴേക്കും അമ്മ 2 സെല്ലൊക്കെ കൊമ്പ് കെട്ടിപ്പോണ്ട് പോകുമ്പോഴേക്കും എനിക്ക് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ അതിൻ്റെ ഫോട്ടോ ഒന്നുമില്ല ഉണ്ടായിരുന്നു, ഞാൻ ഉറപ്പായിട്ട് താഴെ കൊടുത്തേനെ. നിങ്ങൾ ചിരി വരും. പിന്നെ നമ്മൾ ഇത്രയും കമ്മൽസൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കമ്മൽസ്. അങ്ങനെ നമ്മൾ കുറേ ആപ്പിൻ്റെ ഷേപ്പിലുള്ള കമ്മലുണ്ടായി. പിന്നെ ഈ കാണുന്ന ചെയിൻ കണ്ട, ഇതെൻ്റെ ക്ലാസ്സിൽ കഴിഞ്ഞ കൊല്ലം ഡെറീറ്റ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കുമായിരുന്നിട്ട് ഇങ്ങനത്തെയൊക്കെ അവൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിൽക്കുമായിരുന്നു. 35 രൂപ 40 രൂപ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ കമ്മലൊക്കെ വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ളോഗ് ഇത്രയുള്ളൂ. ബൈ, സീ യു.